രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ശരിക്കും പറയൂ? എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. നോക്കുക വല്ലതും പറഞ്ഞു. വീണ്ടും അല്ല, ഈ നെക്സ്റ്റ് എന്നല്ലാണ്ട് നിങ്ങളെ ഭാ തുറന്ന് വല്ലതും നിങ്ങൾ പറയാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, ഒരൊറ്റ ചോദ്യം ചോദിച്ചോക്കട്ടെ. ഈ വീടുകൾക്കൊക്കെ ഇങ്ങനെ 000 എന്നൊക്കെ പേരിടുമ്പോഴേ അതിന്റെ എന്തായിരിക്കും കാരണം? അതെ, വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ കാരണം എന്താണ്? 0 എന്നുള്ള വീട്ടു നമ്പർ ഉണ്ടാകാനുള്ള കാരണമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താണ്? അത് അത്തരത്തില് നമ്മുടെ വീടില്ലാത്ത ആളുകള് അല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിന്റെ അടിയിൽ കിടന്നുറങ്ങുന്ന ആൾ അവരെ വരെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചു. അത് കേരളത്തിലും വന്നിട്ടില്ലേ? അപ്പൊ വീടില്ലാത്ത നാടോടികൾക്കും പാലത്തിന്റെ ചോട്ട് കിടക്കുന്നവർക്കുമാണ് 000 എന്നിട്ടത് അല്ലേ? അപ്പൊ ഈ XYZ അച്ഛന്റെ പേര് അച്ഛനില്ലാത്തവരാണോ, അതോ തന്തയില്ലാത്തവര്, അതോ ഞാൻ അച്ഛൻ മരിച്ചവരാണോ, ഞാൻ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അങ്ങനെയുള്ളവർക്കാണോ നമ്മൾ ഈ XYZ ABCD ഒക്കെ കൊടുത്തത്? അതിന് വല്ല വിശദീകരണം ഉണ്ടോ? അത് വീണ്ടും നെക്സ്റ്റ്. ഈ കാര്യപ്പെട്ട എന്തെങ്കിലും ചോദ്യം ചോദിക്കും നിങ്ങൾ നെക്സ്റ്റ് അടിക്കാണ്ട് നിങ്ങൾ അത് വാ തുറന്ന് നിങ്ങൾ കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ വാ തുറന്നിട്ട് അത് കേൾക്കട്ടെ. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया. കിടക്കണ ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞത്, സെന്റിമെന്റ്സ്. എന്റെ തമ്പുരാനെ, ആ അമ്മന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ പേരൊന്ന് പറഞ്ഞോണ്ട് ആ അമ്മക്കൊന്നും ഒരു പ്രശ്നമില്ലാന്ന്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല, നിങ്ങളെ പേടിപ്പിച്ചതൊന്നും അല്ല, ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ. നിങ്ങൾ തന്നെ വാ തുറന്ന് നിങ്ങൾ വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടാ ഇലക്ഷൻ കമ്മീഷൻ പറയും, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താ? നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ്.